മഹാരാഷ്ട്രയിലെ താനെയിൽ യുവതിയെ ശല്യം ചെയ്തയാളെ വെടിവെച്ചു കൊന്ന മലയാളി. സഹോദരിയായി കണ്ട യുവതിയെ ലൈംഗിക അധിക്ഷേപം നടത്തിയ 3 പേരെയാണ് ജയൻ ശിവാനന്ദൻ നായർ വെടിവെച്ച് വീഴ്ത്തിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെയാണ് സുമതിബായ് ചവാൻ ഹിന്ദി പ്രൈമറി സ്കൂളിലെ ജീവനക്കാരിയായ യുവതി ഈ സ്കൂൾ അങ്കണത്തിലെ ഒരു വാഴ വെട്ടിയതുമായി ബന്ധപ്പെട്ട കേസിൽ സമീപവാസികളായ 3 പേരുമായി തർക്കത്തിലേർപ്പെടുന്നത്. തുടർന്ന് യുവതിയെ ലൈംഗികാധിക്ഷേപം നടത്തുകയായിരുന്നു ഈ 3 പേർ. ഇവരെ സഹോദരി തുല്യയായി കണ്ടിരുന്ന ആളാണ് മലയാളിയായിട്ടുള്ള ജയൻ ശിവാനന്ദൻ നായർ. ഇത്തരത്തിൽ ഈ അധിക്ഷേപം കേട്ടയുടൻ ഇയാൾ ഈ തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന തോക്കെടുത്ത് വെടിവെക്കുകയുമായിരുന്നു. വെടിയേറ്റ അക്ബർ അബ്ദുൾ ഷെയ്ഖ് എന്നയാളാണ് മരണപ്പെട്ടത്. ഒപ്പം വെടിയേറ്റിട്ടുണ്ടായിരുന്ന സമീർ അഹമ്മദ് ഷെയ്ഖും അബ്ദുൾ ഹസൻ ഷെയ്ഖും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ഇരുവരുടെയും നില തൃപ്തികരമാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഈ പ്രതിക്ക് ഈ യുവതിയുടെ മാതാവ് സ്വന്തം മകനെ പോലെയാണ് വളർത്തിയിരുന്നത്. അതുകൊണ്ട് ആ ഒരു ആത്മബന്ധമാണ് ഈ യുവതിക്ക് നേരെയുണ്ടായ അസഭ്യ വർഷത്തിനെതിരെ പ്രതികരിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇയാൾക്ക് ഈ തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. പോലീസിനോട് ഇയാൾ പറഞ്ഞ മൊഴി പ്രകാരം ഗുജറാത്ത് അതിർത്തിയിൽ വെച്ച് യാത്ര ചെയ്യവേ തനിക്ക് ഈ തോക്ക് കളഞ്ഞു കിട്ടി എന്നതാണ്. എന്തായാലും ഈ മുംബൈയിൽ ഈ അടുത്ത ദിവസങ്ങളിലായി വർദ്ധിച്ചു വരുന്ന വെടിവെപ്പുകളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് മഹാരാഷ്ട്ര പോലീസും. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.